സംസ്ഥാനത്ത് വീണ്ടും തെരുവ് നായ ആക്രമണം. ചാത്തൻതറയിലാണ് സംഭവം നടന്നത്. ഇന്ന് പുലർച്ചെ ഏകദേശം 5:30 മണിയോടെയായിരുന്നു സംഭവം. യുവാവ് ബൈക്കിൽ ജോലിക്ക് പോകുന്ന വഴിയാണ് തെരുവ് നായയിൽ നിന്നു ഇങ്ങനെയൊരു ആക്രമണമുണ്ടായത്. ആളെ ഇപ്പോൾ തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സംഭവം നേരിൽ കണ്ട കുറച്ച് ആളുകൾ ഇവിടെ നിൽപ്പുണ്ട്. നമുക്ക് അവരോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. ഈ പട്ടികളെ കൊണ്ട് മഹാശല്യാണ്. ഞങ്ങൾ എന്നും രാവിലെ ഒരു 4-5 മണിക്ക് നടക്കാനിറങ്ങും. പോരുമ്പോ ദേ കയ്യിലൊരു വടി വേണം. ഇതില്ലാതെ പറ്റില്ല. ഇന്ന് തന്നെ ഞങ്ങൾ അങ്ങോട്ട് നടന്നു പോകുമ്പോൾ ഈ പട്ടി ഞങ്ങളുടെ നേരെ കുരച്ചുകൊണ്ടുവന്നു. കയ്യിൽ വടി കണ്ടതുകൊണ്ട് അടുത്തില്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വണ്ടികളുടെ മുന്നിൽ കുരച്ച് ചാടും. ഞങ്ങൾ തിരിച്ചു വന്നപ്പോ ദേ ആ പുള്ളിക്കാരനാണ് സംഭവം ഞങ്ങളെ വിളിച്ച് കാണിച്ചു തന്നത്. ആ പയ്യനെ ആകെ കടിച്ച് നാശാക്കി. പിന്നെ ഒന്നും നോക്കിയില്ല, തല്ലി കൊന്നു. ഞാനാണ് സംഭവം ആദ്യം കാണുന്നത്. സത്യം പറഞ്ഞാൽ ആ സമയത്ത് ഇവിടെ ഉണ്ടാവേണ്ട ആളല്ല ഞാൻ. എന്നും രാവിലെ 4 മണിക്ക് ഈ വഴി കള്ളിൽ കൊണ്ടുപോകും. ഇന്ന് പക്ഷേ ഈ റൂട്ട് കയറാൻ കുറച്ച് വൈകി. ഒന്ന് മൂത്രമൊഴിക്കാൻ വണ്ടി സൈഡാക്കി. അപ്പോഴാണ് ഇയാളുടെ കരച്ചിൽ കേട്ടത്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ആൾ കുഴിയിലേക്ക് വീണ് കിടക്കുന്നു. വണ്ടി ആളുടെ ദേഹത്തും. പട്ടിയാണെങ്കിൽ ആളുടെ കാലൊക്കെ കടിച്ച് പറിച്ച് ആകെ ചോരമയം. രക്ഷിക്കാൻ ഞാൻ ശ്രമിച്ചു. പക്ഷെ എന്നെ കണ്ടതും പട്ടി കുറച്ച് കടിക്കാൻ വരും. ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് കണ്ടപ്പോൾ അവരെ വിളിച്ചു. അപ്പോഴേക്കും പയ്യന്റെ ബോധം പോയിട്ടുണ്ടായി. പിന്നെ പട്ടിയെ കൊല്ലേണ്ടി വന്നു പയ്യനെ രക്ഷിക്കാൻ. സംഭവം നേരിൽ കണ്ടവരാണ് നമ്മളോട് ഇപ്പോൾ സംസാരിച്ചത്. തെരുവ് നായകളുടെ ശല്യം കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. അപകടം സംഭവിച്ച ആളിന് ഇപ്പോൾ ബോധം തെളിഞ്ഞിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. റിപ്പോർട്ടർ കട്ടിലിൽ കിടക്കുന്ന പയ്യനോട് ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? എങ്ങനെയായിരുന്നു പട്ടിയുടെ ആക്രമണം? പയ്യൻ കട്ടിൽ നിന്നും പതിയെ എഴുന്നേറ്റിരുന്നു കൊണ്ട് പറഞ്ഞു, എന്നെ ആ പട്ടി ഉപദ്രവിച്ചിട്ടില്ല. ഞാൻ രാവിലെ ജോലിക്ക് പോകുന്ന വഴിക്ക് ഒരു കള്ളുവണ്ടി എന്നെ ഇടിച്ചിട്ട് നിർത്താതെ പോയതാണ്. അത് കണ്ട് എന്നെ രക്ഷിക്കാൻ വന്നതാണ് ആ പട്ടി. വണ്ടി എന്റെ ദേഹത്ത് വീണതുകൊണ്ട് എഴുന്നേൽക്കാൻ പറ്റിയില്ല. നടക്കുന്നവരെയും വണ്ടിക്കാരെയും എന്നെ കാണിച്ചു കൊടുക്കാൻ പട്ടി ഒരുപാട് ശ്രമിച്ചു. പക്ഷെ ആരും വണ്ടി നിർത്തിയില്ല. അവസാനം വേറെ നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് പട്ടി തന്നെ എന്നെ വണ്ടിയുടെ അടിയിൽ നിന്ന് പുറത്തേക്കെടുക്കാൻ ശ്രമിച്ചത്. അപ്പോഴാണ് ഈ മുറിവുകൾ ഉണ്ടായത്. അല്ലാതെ എന്നെ ആ പട്ടി ഉപദ്രവിച്ചിട്ടില്ല. എന്നെ രക്ഷിക്കാനാണ് ശ്രമിച്ചത്. ഞാൻ ആരെയൊന്നും ചെയ്തിട്ടില്ല. രക്ഷിക്കാൻ ശ്രമിച്ചു. പക്ഷെ എല്ലാവരും ചേർന്ന് എന്നെ ഇല്ലാതാക്കി. സങ്കടമില്ല, കാരണം ഈ നാട് ഇങ്ങനെയാണ്. പക്ഷെ ഒന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം, അവരാരും ഒന്നും കണ്ടിരുന്നില്ല. കഥകൾ ഇവിടെ അവസാനിക്കുന്നില്ല. കഥകളുടെ മഷിക്കാവിലേക്ക്